ദേ പോയി ഇതാ വന്നു. ടി ജിയുടെ കാര്യത്തിൽ അതാണ് കണ്ടത്. ടി ജിയെ രാത്രി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കോടതിയിൽ എത്തിക്കാൻ തന്നെ ഇന്നലെ വൈകിട്ട് വരെ എത്തി. വൈദ്യ പരിശോധനയൊക്കെ കഴിഞ്ഞ് ടി ജി മോഹൻദാസിനെ കോടതിയിൽ എത്തിച്ചു. ഉപാധികളോടെ ജാമ്യം കൊടുത്തു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യണം. ഇതാണ് ജാമ്യം. ഒരു SFI പ്രതിഷേധം, ഒരുപാട് പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ടി ജി അപമാനിക്കേണ്ടതിന്റെ അങ്ങറ്റം സോഷ്യൽ മീഡിയയിലൂടെ പലരും അപമാനിച്ചു. ടി ജി പറഞ്ഞത് എന്തോ വലിയ കുറ്റമാണ് എന്ന് മറ്റു പലരും പറഞ്ഞതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് പലരും ടി ജിയെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ എന്ന് കണ്ടിട്ടാണ് കോടതി ജാമ്യം കൊടുത്തതെന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ ഇന്നലെ ഈ വാർത്ത ചെയ്തപ്പോൾ ഒരാൾ താഴെ വന്ന കമന്റ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ടി ജി പറഞ്ഞത് കേൾക്കാതെയാണോ നിങ്ങൾ ഇത്തരത്തിൽ ടി ജിക്ക് അനുകൂലമായി സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ PM മാർഷോ ഒരു വിവാദമായ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയത്. മര്യാദയ്ക്ക് എന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമെന്ന് എന്തായിരുന്നു അതിന്റെ ഒരു, അതിലും അപ്പുറം അതാണ് ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റം. ഇതേ രീതി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയോട് ജാൻമണി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞത്. ഇതിലപ്പുറം എന്താണ് ടി ജി പറഞ്ഞത്? ടി ജി പറഞ്ഞ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ ഒരു ടോക്ക്, ആ ടോക്കിലെ 2 ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിനെ പർവ്വതീകരിച്ചാണ് പറയുന്നത്. ഇവിടെ ടി ജി പറഞ്ഞ എന്താണ്, താൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ, താൻ പ്രധാനമന്ത്രി അല്ലല്ലോ, നമ്മളെത്ര ഞാൻ മോഹൻലാൽ ആയിരുന്നെങ്കിൽ, ഞാൻ അമിതാഭ് ബച്ചൻ ആയിരുന്നെങ്കിൽ, അല്ലെ ഞാൻ ജാക്കി ചാൻ ആയിരുന്നെങ്കിൽ, ഞാൻ മെസ്സി ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് അവരങ്ങനെ ആകുവാണോ? അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇവിടെ ടി ജിയെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ചില മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകൾ അടക്കം അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു വാർത്തയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുണ്ടല്ലോ, അർജുനായിക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ അതേ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഇവിടെ ടി ജി മോഹൻദാസ് എന്ന് പറയുന്നത്. പലപ്പോഴും ചാനലുകളുടെ അവതാരകർ വന്ന് പറയുന്നത് ഇങ്ങനെ വിഷം വമിക്കുന്ന നാവുമായി നടക്കുന്ന ടി ജി മോഹൻദാസ്, വിഷം വമിക്കുന്ന നാവുമായി നടക്കുന്നു എന്നൊക്കെ ഇവർ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവരുടെ ഡിബേറ്റുകളിലൊക്കെ തന്നെ ഇവർ ഉന്നയിക്കുന്ന വാദങ്ങളെ കൃത്യമായിട്ട് അർത്ഥവത്തായ രീതിയിൽ എന്താ പറയുക, വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരാളാണ് ടി ജി മോഹൻദാസ്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ വേണ്ട, ഇതാണ് ഇവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ട് പോലീസ് കൃത്യമായിട്ട് കേസൊക്കെ ഫ്രെയിം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ, ടി ജി മോഹൻദാസ് ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 10 ദിവസത്തോളം മുൻകൂർ ജാമ്യം പോലും എടുക്കാതെ നിൽക്കുന്നു. അതായത് ടി ജി മോഹൻദാസിന്റെ കേസ് വന്നല്ലോ, അന്ന് നമ്മൾ ഉൾപ്പെടെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിനോ പോകാതെ. അത് ഓൾറെഡി എനിക്കെതിരെ FIR ഇട്ടു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നത് ശരിയല്ല, കാരണം നിയമ വിദഗ്ധൻ കൂടിയാണ് ഞാൻ, എനിക്ക് LLB ബിരുദമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ടി ജി നിന്നത്. അങ്ങനെയുള്ള ഒരാൾ 10 ദിവസമായിട്ടും യാതൊന്നും ചെയ്തില്ല, ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് കോടതിയിൽ ഉന്നയിച്ച വാദം എന്താ, ഈ പ്രതിയെ വിട്ടയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ റിമൂവ് ചെയ്ത് അടക്കം ചെയ്യും. ഈ 10 ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോൾ പിന്നെ 11ാമത്തെ ദിവസമോ 12ാമത്തെ ദിവസമോ എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെയല്ല. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരാളെ അറസ്റ്റ് ചെയ്തല്ലോ, എന്നിട്ട് എന്താണ് ഈ ആയെങ്കി അറസ്റ്റ് ചെയ്തിട്ടും ടി ജി അറസ്റ്റ് ചെയ്യാത്ത എന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. അപ്പോൾ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പോലീസ് വകുപ്പ് സമ്മർദ്ദത്തിലാകും. കാരണം എന്താ, ഇതാ ഒരാളുടെ അടുത്ത് ഈ ന്യായം, ഇദ്ദേഹം RSS നിലപാടുള്ള ആളായതുകൊണ്ട് നിലപാടെടുക്കുന്നില്ല, അതുകൊണ്ട് അത്തരത്തിലുള്ള മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇതെടുത്തത്. ഇവിടെ ടി ജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടപ്പോൾ പാലിക്കേണ്ട സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. മാത്രമല്ല എറണാകുളത്തു നിന്ന് അദ്ദേഹത്തെ പുലർച്ചെ തിരുവനന്തപുരം വരെ ജീപ്പിലിരുത്തി കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല കോടതിയോട് ഈ ടി ജി സമ്മതിച്ചത് എന്താണ്, എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും ഞാൻ ഹാജരായിക്കൊള്ളാം, ഈ കേസ് അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എപ്പോഴെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ടി ജി പോലീസിനോട് കയർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. വളരെ സൗമ്യമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് സംഭവിച്ചത്. ഇവിടെ ടി ജി പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ജാൻമണി അല്ലേ, അവർ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ ആളുകൾ പറയുന്നത്. ഇവരുടെ ടാർഗറ്റ് അതൊന്നും അല്ല. ഇവിടെ ടി ജി എങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കണം അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യണം, ഇതായിരുന്നു ആഗ്രഹം. സത്യത്തിൽ ഇതൊരു മാധ്യമ അജണ്ടയ്ക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൂട്ടുനിന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുകൂടെ? തീർച്ചയായിട്ടും മാധ്യമങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്.
ഇത് സ്വന്തം പാർട്ടിയിലുള്ളവരെ ആക്രമിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും പിന്നെ കൂടെയുള്ള ഗുണ്ടയും ഒക്കെ എടുത്തിട്ട് അടിച്ച അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. TG ഇന്നലെ ഒരു മാധ്യമം പറയുന്നത് കുറ്റം സമ്മതിച്ച് TG. അപ്പൊ ഞാൻ നോക്കിയപ്പോ TG ആരെങ്കിലും കൊന്നോ? എന്താ കുറ്റം സമ്മതിച്ചത്? ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് TG കുറ്റം സമ്മതിച്ചു. ഞാൻ പത്രിക TGയുടെ ആ ചാനൽ കയറി നോക്കിയപ്പോൾ വാർത്ത അവിടെ തന്നെ, വീഡിയോ അവിടെ തന്നെ കിടപ്പുണ്ട്. വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ TG എന്താ കുറ്റം സമ്മതിച്ച? ഓൾറെഡി വീഡിയോ അവിടെ കിടപ്പുണ്ട്. ബിഗ് ബ്രേക്കിംഗ്, കുറ്റം സമ്മതിച്ച് TG. ബിഗ് ബ്രേക്കിംഗ് കുറ്റം സമ്മതിച്ച് TG. ഇപ്പൊ ഞാൻ കരുതിയ അർജുനായെങ്കിൽ പോലും ഒരുപക്ഷെ ഈ കുറ്റം സമ്മതിച്ച ഇവര് ഇത്രയും ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ TG ആവുമ്പോ ഈ സംഘപരിവാർ തള്ളിപ്പറയുന്നു, BJP തള്ളിപ്പറയുന്നു. പക്ഷെ എങ്കിലും BJP പ്രവർത്തകർ അടക്കം TGയുടെ വീട്ടിൽ പോലീസിനെതിരെ പ്രതിഷേധമായി എത്തി. അവർ EDയെ CPM-മാരെയും പിന്നെ സഹാക്കന്മാരെ കൈവച്ചതുപോലെ അവര് പോലീസിനെ കൈവയ്ക്കുക, പോലീസിനെ തൊടുകയോ ചെയ്തിട്ടില്ല. അവരെ പ്രതിഷേധം പ്രകടിപ്പിച്ച് യുവരാജ് ഗോകുലും പിന്നെ BJPയിലെ ചില നേതാക്കളും അടക്കം ഇന്നലെ TGയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ TGയെ അകത്തിട്ട് കൊടുക്കണം എന്ന് കരുതിയ കുറെ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ഈ TG നടന്നു വരുന്ന വിഷ്വൽസ് ഒക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. TG എന്ത് കൂളായിട്ടാണ് നടന്നു വരുന്നത്, വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോ TG സിരി പറഞ്ഞ പോലെ TG ഒരു LLB കാരനാണ്. TGക്ക് നിയമം അറിയാം. TG ഓരോ വാക്ക് പറയുമ്പോഴും അതുവഴി TGക്ക് വരുന്ന നിയമപ്രശ്നങ്ങൾ ഒക്കെ TG കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ അത് കോടതിയിൽ എത്തിയാൽ TG നാളെ പിന്നെ പ്രധാനമന്ത്രി ആയല്ലേ, TG നാളെ ഗാന്ധിജി ആയാൽ, ഗാന്ധിജി മരിച്ചുപോയി, ഇനി ഗാന്ധിജി ആവാൻ കഴിയില്ല. പ്രധാനമന്ത്രി ആവാൻ TG ഇനി മത്സരിക്കണം, അവിടെ ജയിക്കണം, പിന്നെ RSS BJP അതിൽ അംഗത്വം കൊടുക്കണം, അതിന്റെ അകത്ത് കയറണം. പിന്നെ അവര് TG മോഹൻദാസ് പ്രധാനമന്ത്രി, ഇതൊക്കെ ഏത് കാലത്ത് എന്നുവെച്ചാൽ ഈ കോടതിയിലിരിക്കുന്ന വക്കീലന്മാർക്ക് ബോധവും ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അല്ല, TG പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എനിക്കെതിരായിട്ട് ഇത് കേസ് ഫ്രെയിം ചെയ്താണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഇത് കോടതിയിലേക്ക് ചെന്നാൽ നിലനിൽക്കില്ല എന്ന് TG നേരത്തെ പറഞ്ഞു. പക്ഷെ അതുവരെ ഇവർക്ക് ഫ്രെയിം ചെയ്യാലോ. ഈ ഫ്രെയിം ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാം. ഇത് ഇങ്ങനെ എന്നിട്ട് ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ? TG പറഞ്ഞു ജന്തർ മന്ദറിലെ സമരക്കാരെ അപമാനിച്ചു. ജന്തർ മന്ദറിലെ സമരക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിച്ച പ്രശ്നമില്ല, സമരക്കാരെ അപമാനിച്ചു എന്നുള്ളതാണ് മറ്റൊരു കുറ്റം. പിന്നെ TG പറയുന്നത് എന്താ, അവിടെയുള്ള ആളുകൾ ചിലർക്ക് ബലാത്സംഗം വാസന ഉണ്ടെന്നോ അല്ലെ അത്തരം ആളുകളൊക്കെ ഉണ്ടെന്നോ പറയും. ഇവിടെയുള്ള ആളുകൾ ബലാത്സംഗം ചെയ്യണമെന്നും TG പറഞ്ഞു. ഇത് രണ്ടും സത്യത്തിൽ രണ്ട് വീഡിയോയിൽ പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണാത്തവർ, മാധ്യമങ്ങൾ വാർത്ത കാണുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പത്രത്തിൽ വാർത്ത വായിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് TG ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ പറയാത്ത ഒരു കാര്യത്തെ പറഞ്ഞു എന്ന രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തു. അത് കോടതിയുടെ മുമ്പിലെത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു TG പുറത്തിറങ്ങിയാൽ ഈ തെളിവുകൾ നശിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് എന്താ ഒരു 2 ദിവസമെങ്കിലും റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിനു ശേഷം ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ കോടതി പറയും മനസ്സിലായല്ലോ, ഇനി ജാമ്യം കൊടുത്തേക്കാം. ഇത്രയുമാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പ്ലാനങ്ങ് പൊളിഞ്ഞുപോയി. അതുകൊണ്ടാണ് കോടതി പരിസരത്ത് CPM-ഉം DYFI-യും ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനം നടത്താനും ഫ്ലക്സും ബോർഡും ഒക്കെ ആയിട്ട് അവിടെ കാത്തുനിന്നത്. പക്ഷെ അവരെല്ലാം കൊണ്ട് ഇൽബിയരായിട്ട് മടങ്ങേണ്ടി വരുന്നു. മാത്രമല്ല ഈ അഭിഭാഷകൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ TG-യും വ്യക്തമായിട്ട് പറയുന്നല്ലോ, ഈ വീഡിയോ ഞാൻ ചെയ്തു. അതാണ് തന്നെ നേരത്തെ പറഞ്ഞ കുറ്റം സമ്മതിച്ചു. വീഡിയോ ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ? അത് യൂട്യൂബിൽ കിടക്കുന്ന സാധനമല്ലേ. അപ്പൊ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെ TG ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളെ അപമാനിച്ചു, വിഷം തുപ്പുന്ന TGക്കെതിരെ ഇതാ നടപടി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരുകാരനായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ TG അറസ്റ്റ് ചെയ്യണം. സത്യത്തിൽ ഈ TGയെ BJP-ക്കാർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് പോലും പറയുന്നില്ലല്ലോ. കാരണം TG എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്ന് വളരെ കുറിക്കൊള്ളുന്ന രീതിയിൽ മറുപടി നൽകുകയും ഇനി കോൺഗ്രസിനെയും CPM-നെയും വിമർശിക്കുന്ന പോലെ BJP-യുടെ നേതാക്കളെയും TG വിമർശിക്കുന്നുണ്ട്. അപ്പൊ TG അങ്ങനെ അന്ധമായ ഒരു രാഷ്ട്രീയ കണ്ണിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പൊ ഇവരുടെ എല്ലാം ധാരണ അനുസരിച്ച് TG എന്തോ വലിയ കുറ്റം ചെയ്തു, വിഷം വമിക്കുന്ന നവീൻ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനറിയാം, ഒരേ കാര്യം ഒന്നിലധികം ചാനലുകളിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, TG അങ്ങനെയാണോ, TG വിഷം വമിക്കുന്നോ? ആ നടന്നു പോകുന്ന സാധുവായ മനുഷ്യൻ, അദ്ദേഹം ശാന്തമായിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ TGയെ ആരെങ്കിലും അങ്ങനെ ധരിക്കുവോ? ഇല്ല, TG എത്ര കാലം കൊണ്ട് ഇവിടെ എത്ര വലിയ വായനയുള്ള ഈ പറയുന്ന ലൊക്കലൊടുക്ക് ചീള് കേസുകളുണ്ടല്ലോ. ഇവർക്കൊന്നും TGയുടെ അടുത്ത
നിൽക്കാനുള്ള യോഗ്യതയില്ല. കാരണം ടി ജിയുടെ അറിവ്, വിവരം, ടി ജിയുടെ വായന, ഈ 71 വയസ്സിലും ടി ജി ഇതെല്ലാം ഓർമ്മിച്ച് വെച്ച് കൃത്യമായി അത് ആളുകളുടെ മുന്നിൽ എത്തിക്കുന്നു. ഒരിടവും തെറ്റോ ഇതൊന്നും വരുന്നില്ല. കാരണം ടി ജിക്ക് അറിയാം ടി ജി എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തവും കൃത്യവുമായി ടി ജിക്ക് അറിയാം. ടി ജിയുടെ നിലപാട് വ്യക്തമാണ്. അപ്പൊ സ്വാഭാവികമായും ഈ സംഘപരിവാറിനെതിരെ ഒരു അജണ്ടയുണ്ടല്ലോ, ആ അജണ്ട ചില ആളുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എപ്പോഴും പണി പാളുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സൈദ്ധാന്തികനാണ് ടി ജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈദ്ധാന്തികനായ ടി ജി പലപ്പോഴും BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയൊക്കെ ചില വ്യാജ വാർത്തകൾ വരുമ്പോൾ അതിനെ വസ്തുതകൾ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അതിനെയൊക്കെ ഖണ്ഡിക്കാറുണ്ട്. ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഇത് BJP സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടാണോ, RSS സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട്? അങ്ങനെയല്ല. ടി ജിക്ക് ആ പ്രസ്ഥാനത്തോട് പണ്ട് മുതലേ കൂറുണ്ടായിരുന്നു, അതിൽ പ്രവർത്തിച്ച ഒരാളായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നു. അല്ലാതെ ബാക്കിയുള്ളവർ തള്ളി പറയുന്നൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ CPM-നും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഇവർ പരാതി പറഞ്ഞു, അതുകൊണ്ട് അർജുൻ ആയെങ്കിൽ അറസ്റ്റ് ചെയ്തു. അവിടെ ഒരു ന്യായം. ഇവിടെ ടി ജിയെ വെറുതെ വിടുന്നു. അപ്പൊ ടി ജി അറസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഞായറാഴ്ച വൈകിട്ട് വന്ന എന്താ? ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു. ഈ സമയത്ത് വൈകിട്ട് TV-യിൽ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കും. എന്നിട്ട് ഞായറാഴ്ച ഫുൾ ഇതിങ്ങനെ ഓടിച്ചോണ്ട് നടക്കാം. വലിയ പരിശോധന. എന്നിട്ട് ടി ജി അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതിങ്ങനെ രാത്രി മുഴുവൻ കൊണ്ടു നടക്കുന്നു. എന്നിട്ട് പുലർച്ചെ അവിടെ എത്തിക്കുന്നു. രാവിലെ മുതൽ പിന്നീട് ചാനലുകളുടെ ആവശ്യം എന്താ? ടി ജി ഇന്ന് റിമാൻഡ് ചെയ്യും, ടി ജി ഇപ്പോൾ കോടതിയിൽ എത്തിക്കും, അല്പസമയത്തിൽ. ഇതെല്ലാം പറഞ്ഞു പോലെ അവസാനം വൈകുന്നേരം ആയപ്പോൾ ടി ജിക്ക് ജാമ്യം കിട്ടി. ടി ജിക്ക് ജാമ്യം അത് കരഞ്ഞുകൊണ്ടാ പറയുന്നത്. ടി ജിക്ക് ജാമ്യം, ടി ജി മോഹൻദാസിന് അതുവരെ ഉണ്ടായിരുന്ന പിന്നെ എന്താ വിദ്വേഷ പ്രസംഗം നടത്തിയ ടി ജി ജലാശുപത്രിയിൽ വൈദ്യപരിശോധന അതൊക്കെ നിർത്തി. പിന്നെ ആവേശം അങ്ങ് കുറഞ്ഞു, ആവേശം എല്ലാം കുറഞ്ഞു. പിന്നെ അങ്ങ് കരഞ്ഞു മെഴുകുകയാണ്. അപ്പൊ പോലീസ് ഒരു കുറ്റപത്രമൊക്കെ തയ്യാറാക്കി കോടതിയിൽ എത്തിക്കുന്നു. കോടതിയിൽ ഇത് കൃത്യമായിട്ട് തെളിയിച്ചെങ്കിൽ മാത്രമേ ടി ജി കുറ്റക്കാരനാകുള്ളൂ. അതിനകത്ത് ടി ജി ഇങ്ങനെയാണ് പറഞ്ഞതെന്നും ഇന്ന സമയത്ത് നിന്ന് അടർത്തിയെടുത്താണെന്നും പറയുമ്പോൾ അതിന്റെ വാർത്തകൾ ഇനി മാധ്യമങ്ങൾ വരില്ല. അവിടെ ടി ജി കോടതിയാണ് ബോധ്യപ്പെടുത്തുന്നത്. ഇതായിരിക്കില്ലേ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും. എന്തായാലും ടി ജി പോലുള്ളവർ അവർക്കറിയാം അവരെന്താണ് പറയുന്നതെന്നും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും. ഇനിയിപ്പോ ടി ജിയുടെ വാ അടച്ചു മൂടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇന്നലത്തെ ജാമ്യം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്.